ഹരേ കൃഷ്ണ. ചിങ്ങം രാശിക്കാർക്ക് ജൂലൈ 13 മുതൽ 27 നവംബർ വരെ ശനിദേവ് മാർഗിയിൽ നിന്നും വക്രിയിലേക്ക്. ഈ വക്രി എന്നാൽ എന്താണെന്നല്ലേ? സൂര്യനെ ചുറ്റും എല്ലാ ഗ്രഹങ്ങളും 360 ഡിഗ്രിയിൽ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രിയിൽ വരില്ല. പക്ഷേ രാഹുവും കേതുവും എപ്പോഴും വക്രിയിൽ തന്നെയായിരിക്കും ഗോചരം. ബാക്കി ഗ്രഹങ്ങൾ മാർഗിയിലും വരും, വക്രിയിലും വരും. അപ്പോൾ ഈ പരിക്രമണ സമയത്ത് ചില ഗ്രഹങ്ങൾ സ്ലോ ആയി പോകുന്നു. അപ്പോൾ അതിനെയാണ് വക്രി എന്ന് പറയുന്നത്. ഇപ്പോൾ വക്രി ആയിരിക്കുന്നത് ശനിദേവാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണണം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉപായങ്ങളും പിന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി, ലിയോ. രാശിയുടെ സ്വാമി സൂര്യൻ. ചിങ്ങരാശിയിൽ നിന്നും, അതായത് നിങ്ങളുടെ ലഗ്നത്തിൽ നിന്നും ശനി 8ാമത്തെ ഹൗസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു, അതും വക്രി അവസ്ഥയിൽ. 8ാമത്തെ ഭാവത്തിൽ ശനിയുടെ വരവ്, ചന്ദ്രരാശിയിൽ നിന്നും 8ാമത്തെ ഹൗസിലേക്ക് ശനിയുടെ ട്രാൻസിറ്റ് അഷ്ടമശനി എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ ധനുരാശിക്കും ചിങ്ങരാശിക്കുമാണ് അഷ്ടമശനി. ഈ 8th ഹൗസിലെ ശനി വക്രി എന്താണ് ഫലം തരിക? ശനിയുടെ ദൃഷ്ടിയോ 10ാമത്തെ ഹൗസിൽ, 2ാമത്തെ ഹൗസിൽ, 5ാമത്തെ ഹൗസിൽ. 8ാമത്തെ ഹൗസിൽ ശനി വരുമ്പോൾ പെൻഡിങ് കർമ്മത്തെ പൂർത്തീകരിക്കുന്നു, ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ റിലേറ്റഡ്, നിങ്ങളുടെ പൂർവികന്മാരുടെ ആരുമായിട്ടുള്ള എന്തെങ്കിലും വർക്ക്, പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമയം ശനി വരുന്നത്. ഈ സമയം ചിങ്ങരാശിക്കാർക്ക് റിസർച്ച് സംബന്ധിച്ച് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനോ ഉന്നത വിദ്യാഭ്യാസത്തിനും ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള നല്ല സമയമാണ് ഈ സമയം. ഒരു കാര്യം, ജന്മകുണ്ഡലിയിൽ ശനിയുടെ പ്ലേസ്മെന്റ് ഉച്ചസ്ഥിതിയിലായിരിക്കണം, എങ്കിലാണ് ഈ റിസൾട്ട് കിട്ടുക. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കും നിങ്ങളുടെ ജന്മകുണ്ഡലിയിൽ ശനി ഉച്ചസ്ഥിതിയിൽ ആണോ അതോ നീചസ്ഥിതിയിൽ ആണോ എന്ന്? നീചസ്ഥിതിയിൽ ആണെങ്കിൽ കുടുംബത്തിൽ, സ്നേഹബന്ധത്തിൽ, എല്ലാ റിലേഷനുകളിലും എന്തെങ്കിലും തുടരെ പ്രശ്നങ്ങൾ വരികയാണോ? നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ പറ്റുന്നില്ലയോ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തുടരെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യത്തെ ചൊല്ലി കലഹമുണ്ടാകുന്നുവോ? വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും സമാധാനപരമായി തീർക്കുവാൻ കഴിയാതെ വരുന്നുണ്ടോ? ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ശനിയുടെ പ്ലേസ്മെന്റ് നീചസ്ഥിതിയിൽ ആണെന്ന്. ശനിയുടെ ദൃഷ്ടി 10ാമത്തെ ഹൗസിൽ ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ജോലി സംബന്ധിച്ച ചെറിയ യാത്രകളും ഉത്തരവാദിത്തങ്ങൾ കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊമോഷനോ ട്രാൻസ്ഫറോ എന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടാൻ ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 5ാമത്തെ ഹൗസിലെ ശനിയുടെ ദൃഷ്ടി ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് കണ്ട് നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് റിലേഷനിൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവാനും ഉള്ള സാധ്യത. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ജീവിക്കുക. ശനിയുടെ 2ാമത്തെ ഹൗസിലെ ദൃഷ്ടി എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം വരുന്നതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുക, പുതിയ അറിവുകൾ കിട്ടുന്നതിനുള്ള സാധ്യതയും ഈ സമയം കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കേൾക്കുകയോ അതിൽ പോയി ഇടപെടുകയോ ചെയ്യാതിരിക്കുക. അതിൽ നിന്നും എല്ലാം നിങ്ങൾ ദൂരെ നിൽക്കുക. ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുശീലങ്ങൾ ഒക്കെ ദുശീലങ്ങൾ ഒന്നും നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ കൊണ്ടുവരാതിരിക്കുക. പിന്നെ ഈ സമയം നിങ്ങൾക്ക് കോർട്ട് കേസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം പോലും നിങ്ങൾക്ക് വയ്ക്കാൻ പാടുള്ളതല്ല ഈ സമയത്ത്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നും കൂടെ ഒന്ന് കെയർഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്ടമശനിയാണ്. എന്തെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ അത് വളരെ പ്രശ്നങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഈ 2.5 വർഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപായങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുക. സൂര്യൻ്റെ ബീജമന്ത്രം 108 പ്രാവശ്യം, ശനിയുടെ ബീജമന്ത്രം അത് നിങ്ങൾക്ക് 2.5 വർഷം ചെയ്തേ പറ്റൂ. ശനിയുടെ ബീജമന്ത്രം 108 പ്രാവശ്യം ഡെയിലി നിങ്ങൾ മന്ത്രം ജപിക്കുക. പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യണം. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ ബെഡ്റൂം ഏത് ദിശയിൽ വരാം? ഒരു 12 വയസ്സിന് താഴെ വരെയുള്ള കുട്ടികൾക്ക് വടക്ക് കിഴക്ക് കോർണറിലുള്ള ബെഡ്റൂം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്ന ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നല്ലതായിരിക്കും. പക്ഷേ തെക്ക് വശത്തോ തെക്ക് പടിഞ്ഞാറ് കോർണറിലുള്ള റൂമുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ബെഡ്റൂം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ വെക്കുകയാണെങ്കിൽ, ആ കുട്ടികൾക്ക് പിടിവാശി കൂടാൻ വളരെയധികം സാധ്യത വരുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ വശത്തെ ഈ സൈഡിലുള്ള ബെഡ്റൂമുകൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരു സ്വീറ്റായിട്ടുള്ള ഒരു കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.